ഡാൻസിന് ശേഷം നമുക്കൊരു അടിപൊളി പാട്ടിലേക്ക് പോയാലോ? ഞങ്ങൾ ഇത്രയും നേരം കുറച്ച് ഓണപ്പാട്ടൊക്കെ അല്ലേ പാടി തന്നെ, ഒരു അടിപൊളി പാട്ട് പാടിത്തരട്ടെ? എല്ലാവരും കൂടെ കൈയടിക്കോ? കൈയടിക്കോ? ശരി. അവതരിപ്പിക്കുന്ന ഒരു അടിപൊളി സ്കിറ്റാണെന്നാണ് എന്നോട് സിസ്റ്ററൊക്കെ പറഞ്ഞേക്കുന്നത്. സ്കിറ്റിൻ്റെ മെമ്പേഴ്സ് പ്ലീസ് കം ഓൺസ് ടു ദ സ്റ്റേജ്. ഒരു നല്ല കൈയടി കൊടുത്തേ എല്ലാവരും. പോരാ പോരാ, എനർജി പോരാ, ഒരു നല്ല കൈയടി കൊടുത്തേ. ഹലോ എടാ ക്ലീറ്റസേ, ഇവിടെ സംഭവങ്ങളൊക്കെ ഓക്കെയാണ്. ആ എന്റെ ഭാര്യനെയും വേലക്കാരനെയും കൂടെ ഞാനിപ്പോ അങ്ങ് പറഞ്ഞു വിടും, അവര് പൊക്കോളും. എന്തോ എടാ നീ കൊണ്ടുവരാന്ന് പറഞ്ഞ കൊണ്ടുവന്നെ. വയസ്സാങ്കാലത്ത് മനുഷ്യന്റെ ഓരോ ആഗ്രഹങ്ങളാണത്. ഞാൻ അവളോട് ചോദിച്ച, അവള് പറഞ്ഞു വയസ്സാങ്കാലത്ത് നിങ്ങൾക്ക് എന്തിന്റെ നോക്കുറവെന്നൊക്കെയാ ചോദിക്കണ എന്ന് പറഞ്ഞ നമുക്കൊരു ആഗ്രഹങ്ങളെടാ, കുഴിയിലേക്ക് കാലം നീട്ടിരിക്കുമല്ലേ കേട്ടോ. ഓക്കെ ഓക്കെ, ഇവിടെ ആരും ഈ പരിസരത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിട്ട് വരാം കേട്ടോ. നീ ബാക്കിയൊക്കെ സെറ്റ് ചെയ്തോ. ആ എന്നെയും കൊച്ചമ്മയും കൂടെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് മുതലാളിക്കും ക്ലീറ്റസിനും കൂടെ ഡിങ്കോൾഫി. ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ ഈ വീട്ടിൽ വേറെ ആരെ അഭിഹിതം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞമ്മ, കൊച്ചമ്മ, കൊച്ചമ്മ കിടന്ന് വിളിച്ച് കൂവാതടാ, വരണടാ. എന്തടാ ദാമു? അയ്യോ ദാമു ആണാ രാമു? എന്താ രാമു പറ. ഇവിടെ ഒരു അഭിഹിതം നടക്കാൻ പോണു. ആരൊക്കെ? ഞാനും കൊച്ചമ്മയും. അതല്ല പിന്നെ മുതലാളിയും ക്ലീറ്റസും കൂടെ സെറ്റ് സാരി ഉടുത്തോണ്ടെന്ന് തെറ്റിദ്ധരിക്കല്ലേ. നീ കാര്യം എന്താണെന്ന് തെളിച്ച് പറ എന്റെ രാമു. കൊച്ചച്ച ഇല്ലേ? കൊച്ചല്ല, കുഞ്ഞമ്മേ. കുഞ്ഞമ്മേ? അച്ചപ്പോ. അച്ചപ്പോ ഇവിടത്തെ സാറല്ലാത്തോരെന്നാ വിളിക്കുന്ന. മുതലാളിയടാ. മുതലാളിയും ക്ലീറ്റസും കൂടെ നമ്മളെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ എന്തോ ഡിങ്കോൾഫി ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. അനാവശ്യം പറയരുത് കേട്ടാ എന്റെ ചേട്ടനെ പറ്റി. 10-45 കൊല്ലമായി ഞാനും അങ്ങേരും കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഞാനല്ലാതെ അങ്ങനെ ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്. എന്തോന്ന്? നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് പോയതിനു ശേഷം അവരോട് ഒരു പെണ്ണിനെ വിളിച്ചു വരുത്താൻ പോണ്. എടാ അത് പെണ്ണൊന്നും ആയിരിക്കൂലടാ, വല്ല കുപ്പിയുടെ കാര്യമായിരിക്കും കൊണ്ടുവരാൻ ക്ലീറ്റസിന്റെ അടുത്ത് പറഞ്ഞത്. ഈ അലമാര ഇരിക്കണ കുപ്പി ഞാൻ കുടിച്ചിട്ട് പോലും തീരല്ല, പിന്നീട് അങ്ങേരെ കുടിക്കാൻ. ഇവിടെ പെണ്ണിനെ വിളിച്ചിറക്കാൻ പറ്റും. സംശയം ഉണ്ടാ കൊച്ചമ്മയ്ക്ക്? സംശയം ഉണ്ടാ? മുതലാളി വരുമ്പോ നമ്മൾ പോണില്ല എന്നൊന്ന് പറഞ്ഞു നോക്ക്. തന്നെ എന്നാ വരട്ട്. ഇത് എന്താന്ന്? ഇത് ഒരു കാര്യത്തിന് നമ്മൾ പോകാനായിട്ട് ഏൽപ്പിച്ചില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ പോകാന്ന് പറഞ്ഞല്ലേ, കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ ഉത്തരവാദിത്വ കുറവല്ലേ ഇത്? ഇറങ്ങോട്ട് ചേട്ടാ. ചേട്ടന്റെ മുഖത്തിനൊക്കെ ഭയങ്കര ക്ഷീണം ചേട്ടാ. എനിക്കോ? ചേട്ടനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെ പോവും? എന്ത് ദൈവത്താ, എനിക്കൊരു കുഴപ്പമില്ല പറഞ്ഞത്. ഐ ആം റെഡി. അയ്യോ ഒരു പ്രശ്നമില്ലടി എനിക്ക്. വയസ്സായൊന്നും നോക്കണം, ഞാനിപ്പോഴും 18 നിങ്ങളൊന്ന് പോ. നനഞ്ഞ പടക്കത്തിന്റെ ചീറ്റല് കണ്ട ഞാൻ വണ്ടിയെ കൊണ്ട് ഇതൊക്കെ കയറ്റി വെക്കാവേ. പെട്ടെന്ന് വിളിച്ചോണ്ട് പോടാവേ. ഞാൻ പറഞ്ഞ മതി. എനിക്ക് മനസ്സിലായടാ, എനിക്ക് മനസ്സിലായി. കട്ടിലിൽ കിടന്നിട്ട് കയറി തൂങ്ങി എണീക്കണം മനുഷ്യനാണ് ഇപ്പൊ ഒറ്റയടിക്ക് 3 പുഷപ്പ് അടിച്ചത്. മാത്രമല്ല കറങ്ങി അടിച്ചേക്കണം. കറങ്ങിയടി അല്ലടാ, അങ്ങനെ ക്രിമിയടിയാണ്. അത് ഞാൻ ഇന്ന് തീർത്തു കൊടുക്കും ഞാൻ. നമുക്കൊരു കാര്യം ചെയ്യാം, പോണത് പോലെ അഭിനയിക്കും. എന്നിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ട് അതുവഴി കറങ്ങി അടുക്കള വഴി കയറി നമ്മള് ബെഡ്റൂമിൽ ഇരിക്കും. കൊച്ചമ്മ, മുതലാളി അങ്ങനെ കാണിച്ചെന്നും പറഞ്ഞോണ്ട് ഞാൻ നന്ദിയോട് കാണിക്കില്ല. അതല്ല പറഞ്ഞത്, നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങേരെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഇരിക്കുമെന്ന്. വിളിച്ചിരിക്കും. കൊച്ചമ്മയ്ക്ക് ഒരു കാര്യം അറിയാമോ? മനിതൻ ഉണർന്നു കൊള്ള ഇത് മനിതക്കാതലല്ലേ, മതിലിൻ ചാടി അവിഹിതമാനത്. അപ്പൊ നമുക്ക് പോവാം. രാമു, നമുക്ക് പോവാടാ. പോവാം. വാ, ഇറങ്ങ്. പോകുന്നു. അവിടെ വെക്കും. പോവാം. പോടാ, രണ്ടുപേരും പോടാ. ഇല്ലല്ല, ഇനി പ്രശ്നമൊന്നുമില്ല. എന്നെ എടാ നീ പെട്ടെന്ന് പാടാവേ. മനുഷ്യനിവിടെ
എന്നാ ചെയ്യണമെന്ന് അറിയാൻ മേല എനിക്ക്. വാ അതെന്താ കൃഷ്ണൻകുട്ടി, ഞാൻ വരുന്ന വഴിക്ക് ഒരു മനുഷ്യരെ കണ്ടിട്ടില്ല. ഭാഗ്യത്തിന് ഒരാളുടെയും കണ്ണിപ്പെട്ടിട്ടില്ല. എനിക്കാണ് ആകെ ടെൻഷൻ അടിച്ച് ദൈവത്തെ ഓർത്ത് നീ എന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പണിക്ക് കൂട്ടി നിൽക്കുന്നത്. എന്റെ എക്സർസൈസ് ക്ലിറ്റസ്, നീ ഒരു കാര്യം ചെയ്യ്. ഇവിടെ ഒരു പ്രശ്നവും ഇവിടെ അവരൊക്കെ പോയില്ലോ. പോയി. ഇനി വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. പ്രശ്നമുണ്ട്. ഒരു കാരണവശാലും ഇതിന്റെ പിന്നിൽ ഞാനാണെന്നുള്ള കാര്യം നിന്റെ ഭാര്യ അറിയാൻ പാടില്ല. മനസ്സിലായി? അറിഞ്ഞു കഴിഞ്ഞാൽ ഇവള് ഈ ലോകം മൊത്തം പറഞ്ഞ് നാറ്റിക്കും. അല്ലെങ്കിലും ഞാൻ ഇന്ന് നിന്നെ നാറ്റിക്കൂടാ ക്ലീറ്റസേ. അത് അവൾ അറിയില്ല. എന്നാലും എന്റെ ക്ലീറ്റസ് എങ്ങനെ ഒപ്പിച്ചത്? ഓൺലൈൻ ആപ്പ് വഴി സെറ്റ് ചെയ്തു. എടാ, ഓൺലൈൻ വഴിയൊക്കെ ഇത് കിട്ടൂടാ? ആവശ്യക്കാരന് ചൊവ്വെന്നും വരും. ഒന്ന് കാട്ടെ. ഇതുവരെ നീ കണ്ടിട്ട് ഒന്ന് വിളിച്ചല്ലേ, നീ വിളിച്ചേ. കൊതി. എവിടെ എത്തി? ഹലോ ഹലോ ആ, ഇപ്പൊ എവിടെ എത്തി? സർ 2 മിനിറ്റ്സ് സർ. അത് വരാം 2 മിനിറ്റ്സ്. ഓക്കെ, വഴിയൊക്കെ അറിയാലോ അല്ലേ? അറിയാം സർ. ഈ കേറി വരുമ്പോ ആരെ ശ്രദ്ധിക്കാനൊന്നും നിൽക്കണ്ട. വരുന്ന പാടെ ഒരു പച്ച ഗേറ്റ് കാണും, അത് തുറന്നെങ്കിൽ കേറി ഞാൻ പോന്നാ. ഓക്കെ സർ. ഓക്കെ, ഓക്കെ. താങ്ക് യു. ഫോണി കണ്ടപ്പോ തന്നെ ഇങ്ങനെ ആക്രാന്തം, നേരിട്ട് കണ്ടാലാ ഒന്നും നടക്കൂല. അല്ല, നടക്കാൻ ഞാൻ സമ്മതിക്കൂലെന്നു. വന്നു വന്നു. നീ പോയി വിളിച്ചോണ്ടോ? ഞാനാണ് ആവശ്യക്കാരൻ, നീയല്ലേ? അല്ലടാ, നീ പോയി വിളിച്ചോണ്ടോ? ഞാൻ പോവില്ല, നീ പോ. ഞാൻ പോവില്ല, നീ പോയി വിളിച്ചോണ്ട് വാ. ഞാൻ പോവില്ല, നീ പോയി വിളിച്ചാ മതിയോ? ഞാൻ പോയി വിളിച്ചോണ്ട് വന്നാ മതിയാ? അല്ല അല്ല, എടാ പരട്ട ക്ലീറ്റസേ, നിങ്ങളൊരൊറ്റ ഒരുത്തനാണ് എന്റെ അണ്ണനെ ചീത്തയാക്കണത്. ഞാൻ അങ്ങനെ ചീത്തയാക്കിയതല്ല, പിന്നെ എന്നോട് ഒരു ആവശ്യം പറഞ്ഞു, ഞാനത് ചെയ്തു കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പറഞ്ഞ ഉടനെ നിങ്ങളത് ചെയ്തു കൊടുക്കുവോ? എന്റെ കാല് പിടിക്കാ, എന്റെ കാലൊന്നും പിടിക്കണ്ട. എന്നെ തെറ്റിദ്ധരിച്ചു. അങ്ങോട്ട് പോ. കൊച്ചമ്മ, വാതിൽ ഞാൻ തുറക്കാം. എനിക്ക് അവളെ ഒന്ന് കാണുകയും വേണം, അവളെ നമ്പരും വേണം. ഹായ് 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 ഹായ്. ഹായ്. ആ ഒരൺപട്ടവളെ അങ്ങ് തൊപ്പി വെച്ച് ഇറങ്ങിയിരിക്കുന്ന ഷിമിട്ടി. എടി, നീ ഇതുപോലെ കുടുംബത്തിൽ കയറി കളിക്കുമല്ലേടി? നല്ല കുടുംബം ചീത്തയാക്കാൻ വേണ്ടിയാണടി നീ ഒരുങ്ങി കെട്ടി ഇറങ്ങണത് രാവിലെ. അപ്പച്ചാ അപ്പച്ചാ ഏതാ അപ്പച്ചാ ഈ തള്ള? തള്ളേന്നൊക്കെ വിളിച്ചാണ്ടല്ല. എന്തുവാന്നേ ഇത്? നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? ഇവിടുന്ന് ആരെങ്കിലും ഓൺലൈൻ വഴി ഫുഡ് ഓർഡർ ചെയ്താ? ഞാനാ ഓർഡർ ചെയ്തേ. അപ്പച്ചനാണോ ഓർഡർ ചെയ്തത്? ഞാനാ ഓർഡർ ചെയ്തേ. ആ, അത് കൊടുക്കാൻ വന്ന ഡെലിവറി ഗേളാ ഞാൻ. ഫുഡാ? പായസം. പായസം. പായസോ? ഞാൻ പായസം കുടിക്കാൻ ആഗ്രഹിച്ചു, നീ സമ്മതിക്കൂലല്ലോ, അതുകൊണ്ട്. എന്നോട് പ്രത്യേകം പറഞ്ഞു പായസം വേണം. എത്ര വർഷമായി കഴിച്ചിട്ട്? ആഗ്രഹമല്ലേ? വേറെ അസുഖമുള്ളതുകൊണ്ട് നീ കുടിപ്പിക്കൽ. ചിലോടത്ത് ശരിയാവും, ചിലോടത്ത് ശരിയാവൂല. പൊളിഞ്ഞുപോയി. പായസം ഇപ്പൊ ആർക്കാ വേണ്ടത്? ആ, അവിടെ അവന്. ഇതാ. അതെ അമ്മച്ചി, വായി തോന്നുന്ന വിളിച്ചു പറയുമ്പോഴേ കാര്യങ്ങൾ എന്താന്ന് ഒന്ന് അന്വേഷിക്കണം. ആ, ഞങ്ങൾക്ക് അസോസിയേഷൻ ഒക്കെ ഉള്ളതാ. മോളെ, നീ വയറ്റിലെ വഴിയാണോ പോണേ? അതെ. എന്നാ പിന്നെ ഞാനും വേണം, എനിക്ക് പോവാ. ഞാനും വരുവാ. എന്റെ കൂടെ വരണ്ട, വേറെ വണ്ടിക്ക് പോയി. പഞ്ചസാരന്ന് ഒരു പേപ്പർ എടുത്ത് എഴുതി കാണിച്ച് അപ്പ പിടഞ്ഞ് വീഴാൻ നിൽക്കണ നിങ്ങളാണ് പായസം കുടിക്കാൻ പോണത്. നീ സമ്മതിക്കൂല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഇത് കുടിച്ചിട്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒറ്റയ്ക്കായി പോവൂലേ? അത് അറിഞ്ഞു വെച്ചിട്ടാണ് നിങ്ങൾ പായസം. ഇതിനേക്കാളും വല്ല പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കായിരുന്നു. എന്നാലും നിങ്ങൾ ഈ പായസം വാങ്ങിച്ചത് അതെനിക്ക് ഒട്ടും ക്ഷമിക്കാൻ പറ്റൂല മനുഷ്യ. എനിക്കത് മനസ്സിലാവൂല. പോ, കരയാതെ, പൊന്നു കരയാതെ. നിന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്തോളാം. നീ പറഞ്ഞ അനുസരിച്ച് ഞാൻ ജീവിച്ചോളാം. ഞാൻ ഇനി പായസം കുടിക്കൂല. നീ പറഞ്ഞ പോലെ ഞാൻ എല്ലാം അനുസരിച്ചോളാം. ഇടയ്ക്ക് നീ ഒരു സാധനം വിട്ടായിരുന്നല്ലോ, പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് വന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വിളിച്ചോണ്ട് വന്നാൽ കുഴപ്പമുണ്ടോ? നമ്മുടെ ഫൈനൽ സോങ്ങിന് വേണ്ടി ഞാൻ മന്ന ടീമിനെ
വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ മരിയ ചേച്ചി, ഞങ്ങളുടെ സ്വന്തം മരിയ ഉമ്മൻ, ഞങ്ങളുടെ പ്രസിഡന്റ് മരിയ ചേച്ചിയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേൾക്കുന്നില്ല, ഊണ് കഴിച്ചില്ലേ? ആ, ഓക്കെ. എല്ലാവർക്കും ഏറ്റവും ഐശ്വര്യമുള്ളൊരു ഓണം ആശംസിക്കുന്നു. നമ്മുടെ ഈ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. ഞങ്ങളുടെ ഇനി ലാസ്റ്റ് സോങ് ആണ്. നിങ്ങളെല്ലാവരും അടിപൊളിയാക്കണം. ഡാൻസ് ചെയ്ത പിള്ളേരെല്ലാവരും ഡാൻസ് ചെയ്യണം. ചേച്ചിമാരെയും ആൻറ്റിമാരെയും എല്ലാവരെയും കൂട്ടി ഡാൻസ് ചെയ്യണം. ലാസ്റ്റ് സോങ് ആണ്. ഓക്കെ. എല്ലാവർക്കും മന്നയുടെയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. ഞങ്ങളുടെയും ആദ്യത്തെ ഓണാഘോഷമാണ് ഈ വർഷത്തെ. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ ഒരു ഓണമായി മാറട്ടെ. നല്ല നല്ല ദിവസങ്ങൾ മുന്നിലേക്ക് വരട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങൾ ഇനിയും വരും. ഞങ്ങൾ ഇനിയും വരണ്ടേ? വേണം. അപ്പോൾ ഒരു നല്ല കൈയോടുകൂടി നമുക്ക് ഫൈനൽ സോങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും കൈയടിച്ച് അമൃതശരതീരം അയനമൃതം തിരിമണിയിൽ ചെറുതിരികൾ എന്നൊരു നാദം അഴകേ ഒരു പൂപ്പിരിഞ്ഞു അതിനായി തേൻ വണ്ടു ഞാൻ തേൻ വണ്ടു ഞാൻ കളഭനദികളൊഴുകും കനകനിധികളുതിരുന്നതോ പനിമഴയോ പുനരൊഴിയോ താരഭേദമെഴുതിയോ തേൻ പണ്ടുയും തേൻ പണ്ടുയാ